Hello guys, I'm Matt and welcome back to my channel Superness. നമ്മുടെ സൂപ്പർനെസ് സൂപ്പർ ഹീറോസ് സൂപ്പർനെസ്സിന് വേണ്ടിയിട്ട് പിന്നെ മാർവൽ വെച്ചുകൊടുക്കുക എല്ലാ സൂപ്പർ ഫാൻസിനും തോന്നും. സോ ഗൈസ് അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ വീഡിയോ ഇട്ടിരിക്കുകയാണ്. ഒരു മാസത്തെ ഒരു കാത്തിരിപ്പിനൊടുവിൽ ആൻഡ് ഫൈനലി ഐ ആം സോ ഹാപ്പി ടു ബി ബാക്ക് ഗൈസ്. സോ ഇന്നത്തെ വീഡിയോയിലായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ ആയി ബന്ധപ്പെട്ട് ഒരു ഡോക്ടർ ഡൂം വേഴ്സസ് ലോക്കി, അതുമാത്രമല്ല വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലീക്ക് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. സോ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓൾറെഡി നമുക്കറിയാം ഡൂംസ്ഡേ ഇപ്പോൾ ഒരുപാട് ഡിലേ ആക്കി ഇപ്പം ഈ വരുന്ന ഡിസംബർ 2026 ഇറങ്ങാനായിട്ട് പോകുന്നത്. ആൻഡ് ഈ അടുത്ത് റൂമർ കേട്ടു ഇതിൻ്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല, ബട്ട് ഐ തിങ്ക് ദാറ്റ്സ് എ ഫോൾസ് ക്ലെയിം. സോ എന്തൊക്കെ തന്നെയാണ് നമുക്ക് ആ ഒരു ലീക്സിനെ കുറിച്ച് നോക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാനും മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കും, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാർവൽ DC കോമിക്സ് മൂവീസ് ഗെയിംസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓസം ആൻഡ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നൽകുന്ന അടുത്തുള്ള ബെല്ലിൽ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഗൈസ് ആദ്യത്തെ ലീക്ക് എന്ന് പറയുന്നത് ഞാൻ എല്ലാം പറഞ്ഞുതരാം. അതായത് ഈ രണ്ട് ലീക്കും ഇനി വരാൻ പോകുന്ന എല്ലാ ലീക്കും ഒട്ടും കൺഫേംഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഇതെല്ലാം ഒരു തിയറി വൈസ് അല്ലെങ്കിൽ തിയറി ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതെല്ലാം അതേപോലെ സിനിമയിൽ തന്നെ വരണമെന്നില്ല, ഒരു സാധ്യതയില്ല, കാരണം മാർവലാണ്. സോ ഫസ്റ്റ് പിക്ചർ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു സെറ്റിൽ നിന്നാണ്. അവിടെ നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഫാൽക്കണെ കാണാം. അത് നമ്മുടെ സാം വിൽസൺ ക്യാപ്റ്റൻ അമേരിക്കയുടെ സൈഡ് കിക്കായിട്ടുള്ള നമ്മുടെ ഫാൽക്കണെ കാണാം. പിന്നെ അതിനോടൊപ്പമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫെൻറ്റാസ്റ്റിക് ഫോറിൽ വരാനിരിക്കുന്ന നമ്മുടെ തിങ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ മോഷൻ ക്യാപ്ചർ അതിൻ്റെ ഒരു ആക്ടറും പിന്നെ നമ്മുടെ US ഏജൻറ്റിനെ നമുക്ക് കാണാം. സോ US ഏജൻറ്റ് അവിടെ എന്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അതൊരു ബട്ടൺസൊക്കെ പ്രസ് ചെയ്യുന്നതാണ്, അത് നമുക്ക് അതിലേക്ക് വരാം. സോ അത് മാത്രമല്ല നമ്മുടെ ഷൂറി ഇട്ടിരിക്കുന്ന പോലത്തെ ഒരു ബ്ലാക്ക് പന്തർ സൂട്ടിട്ട് ഒരു കാല് നമുക്കവിടെ കാണാം. അത് ആരെന്ന് നമുക്കിതുവരെ കൺഫേം ആയിട്ടില്ല. പിന്നീട് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ മറ്റേ US ഏജൻറ്റ്. സോ പുള്ളിക്കാരൻ നമ്മുടെ തണ്ടർ ബോൾസിൻ്റെ പോസ്റ്റർ സീനിലും അതേപോലെ ഒരു സ്വിച്ചുമായി പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അതെന്തായാലും ഈ ഒരു സെറ്റ് കണ്ടിട്ട് നമുക്ക് മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ ഈ സെറ്റിൽ ഫുള്ള് ബ്ലൂ സ്ക്രീനാണ്. അത് കണ്ടാൽ തന്നെ നമുക്കറിയാം ഈ സെറ്റിൽ ഇനി ഒരുപാട് VFX വർക്ക് നടക്കാൻ പോകുന്നുണ്ട്. സോ ഇത് കണ്ടിട്ട് ആ ഒരു റെട്രോ ഇതൊക്കെ കണ്ടിട്ട് ആ ഒരു സ്വിച്ചും കണ്ടിട്ട് ഡെഡ്പൂൾ ആൻഡ് വുൾവറീനിൽ നമ്മൾ കണ്ട ആ ഒരു TVയുടെ ആ ഒരു ലുക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ മേ ബി അഫ്കോഴ്സ് ഈ സ്വിച്ചും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് അഫ്കോഴ്സ് ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു ടൈം ട്രാവൽ ഓർ മൾട്ടിവേഴ്സ്. സോ ഇനി അടുത്ത ഒരു പിക്ചർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ പിക്ചർ എന്ന് പറയുന്നത് ഒരു ലീക്കാക്കിയതാണ്. മറ്റേ ലീക്കാക്കിയതാണ്, ഇത് ലീക്കാക്കിയത്. അതിൻ്റെ ഒരു രസമെന്ന് പറഞ്ഞാൽ ഇത് ലീക്കാക്കിയത് നമ്മുടെ ഈ ക്രൂവിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ക്രിസ് ഹെംസ്വർത്തിൻ്റെ സ്റ്റണ്ട് ഡബിളാണ് ലീക്കാക്കിയത്. സോ ആ ഒരു വീഡിയോ ഞാൻ അവിടെ കാണിക്കുന്നില്ല, ജസ്റ്റ് ഒരു പിക്ചറായിട്ട് കാണിക്കാം. സോ ആ ഒരു വീഡിയോയിൽ നമുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡയറക്ടേഴ്സ് ജോ റൂസോ ആൻ്റണി റൂസോയുടെ സൗണ്ടൊക്കെ കേൾക്കാം, ആ ഒരു ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. സോ അവിടെ വെച്ചിട്ടായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ ക്രിസ് ഹെംസ്വർത്ത് എന്തായാലും ഈ ഒരു പടത്തിൽ ഉണ്ടെന്ന് നമുക്കറിയാം. ആൻഡ് അഫ്കോഴ്സ് ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല, നമ്മുടെ ലോക്കി ഈ ഒരു പടത്തിൽ ഉണ്ട്. അത് മാത്രമല്ല നമ്മുടെ ആ ഒരു പടത്തിലൊന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു മറച്ചു ചെയ്യുന്നതിൻ്റെ അപ്പുറത്തെടുത്ത് മോൾ ഭാഗത്തോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ ടെമ്പോറൽ ലൂം കാണുന്നു. അതായത് നമ്മളുടെ ലോക്കി ഐ ക്യാൻ റീറൈറ്റ് ദ സ്റ്റോറി എന്ന് പറഞ്ഞ് മൾട്ടിവേഴ്സിനെ രക്ഷിക്കാൻ പോയ ആ ഒരു സംഭവം, ആ റൂമാണ് നമുക്കവിടെ കാണുന്നത്. സോ ഓഫ്കോഴ്സ് തോറിൻ്റെയും ലോക്കിയുടെ ആ ഒരു റീയൂണിയൻ ഇതിലൂടെ നമുക്ക് കൺഫേംഡ് ആണ്. അത് മാത്രമല്ല നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു രണ്ട് അവഞ്ചേഴ്സ് പടം കഴിയുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ക്രിസ് ഹെംസ്വർത്ത് മിക്കവാറും തോർ എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് റിട്ടയർ ചെയ്യും. മരിക്കുമോ എന്നൊന്നും പറഞ്ഞാൽ അഫ്കോഴ്സ് ഈസ് ഗോഡ്, മരിക്കുമോ ഇല്ലെന്ന് ഉറപ്പില്ല. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡൂമിന് എന്തിനാണ് ലോക്കിയായിട്ട് ഇത്ര വൈരാഗ്യം? അഫ്കോഴ്സ് ഇപ്പം മൾട്ടിവേഴ്സ് കൺട്രോൾ ചെയ്യുന്നത് തന്നെ നമ്മളെ ലോക്കിയാണ്. സോ ഈ പലരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ലോക്കി സീസൺ 3 ഇല്ല. അത് ജസ്റ്റ്
ഒന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും ഗൈസ്. കാരണം ലോക്കി സീസൺ 3 ഉള്ള കഥ പറഞ്ഞാൽ നമ്മൾ ഡൂംസ് ഡേയുടെ കഥ പോയി. അതാണ് ഡൂംസ് ഡേ. ഇതിന് ശേഷം അതിൽ എന്തൊക്കെ നടക്കുന്നു അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പിന്നീട് ലോക്കി സീസൺ 3 ഉണ്ടാവാൻ സാധ്യത. എന്തൊക്കെ തന്നെയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ MCUവിൽ ഏറ്റവും പവർഫുൾ ക്യാരക്ടർ ആസ് ഓഫ് നൗ നമ്മുടെ സ്വന്തം ലോക്കി തന്നെയാണ്, ദ ഗോഡ് ഓഫ് മിസ്ചീഫ്. സോ നമുക്ക് അറിയാം, നമ്മുടെ തോർ പടങ്ങളൊക്കെ എടുത്തു നോക്കിയത് പക്കാ ഗോഡ് ഓഫ് മിസ്ചീഫ് തന്നെയായിട്ടാണ് നമ്മുടെ ലോക്കി മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ പിന്നീട് MCUയുടെ ഓരോ പ്രോജക്റ്റുകളും പോകുമ്പോഴും നമ്മുടെ ലോക്കി വളരെ നന്നായിട്ട് തന്നെ ഇവോൾവ് ചെയ്യുകയും അത് മാത്രമല്ല നമ്മുടെ ലോക്കി കുറച്ചുകൂടെ സീരിയസും മെച്ചുവർ ആവുകയും ചെയ്തു. പലർക്കും വേണ്ടി പല കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തു. തുടക്കത്തിലെ അങ്ങനെ തന്നെയായിരുന്നു. അതെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രിഗ, നമ്മുടെ ലോക്കിയുടെ അമ്മയുടെ അടുത്ത് വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു വളരെ ഇമോഷണൽ ബോണ്ടിങ് കൊണ്ട് നടക്കുന്ന ഒരാളായിരുന്നു നമ്മുടെ ലോക്കി. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ തോറുമായിട്ടും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും നമ്മുടെ ലോക്കിക്ക് തോറെന്ന് പറഞ്ഞാൽ ജീവൻ തന്നെയായിരുന്നു. സ്വന്തം എന്താ പറയുക സഹോദരനെ പോലെ തന്നെയാണ് നമ്മുടെ ലോക്കി തോറിനെ കണ്ടിരുന്നത്. അത് ഒരു തോർ റാഗ്നറോക്കൊക്കെ എത്തുമ്പോൾ നമുക്ക് ആ ഒരു ബോണ്ടിങ് മനസ്സിലാവുന്ന. പിന്നീട് അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി അതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ആൻഡ് ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞത് ഈ ഒരു ഡൂംസ് ഡേയിൽ ഡൂമിനെക്കാട്ടിയും കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ടാവുക തീർച്ചയായിട്ടും ലോക്കിക്ക് തന്നെയാവും. ഹൈ സെക്യൂരിറ്റിയോടുകൂടിയാണ് അവന്മാർ ഇത് ഫുൾ ഷൂട്ട് ചെയ്യുന്നത്. ബട്ട് ഇതിൻ്റെ ഇടയിൽ ഓരോരുത്തന്മാർ വന്ന് ലീക്ക് ചെയ്യുന്നുണ്ട്. ഈവൻ സെറ്റിൽ വർക്ക് ചെയ്യുന്നവന്മാർ വന്ന് ലീക്ക് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്തൊക്കെ തന്നെയാലും ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഫെൻറ്റാസ്റ്റിക് 4 ഇറങ്ങാൻ ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പോൾ ഫെൻറ്റാസ്റ്റിക് 4ൻ്റെ അവസാനം തീർച്ചയായിട്ടും ഡൂംസ് ഡേ ആയിട്ട് കണക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു സാധനം നമുക്ക് കിട്ടുന്നതായിരിക്കും. കാരണം ഡൂംസ് ഡേയിലോട്ടൊരു കണക്ഷൻ ഇട്ടില്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സ്പൈഡർമാനും ബ്രാൻഡ് ന്യൂ ഡേ ആണ് വരാൻ പോകുന്നതെന്ന് പറയുന്നു. ബട്ട് അതിൻ്റെ ഷൂട്ടിങ്ങൊക്കെ ഈ വരുന്ന ഓഗസ്റ്റിൽ കണ്ട് തുടങ്ങാൻ പോകുന്നു. ബട്ട് അതുമായിട്ടൊരു പോസ്റ്റർ ഡിസൈൻ ഇടുമോ എന്ന് എനിക്കറിയത്തില്ല. അഫ്കോഴ്സ് നമ്മൾക്കറിയാം ഫെൻറ്റാസ്റ്റിക് 4 എന്ന് പറയുന്ന ടീമിനെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ ഡൂം എന്ന് പറയുന്ന വില്ലൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ എന്തൊക്കെ തന്നെയായാലും ഒരു എന്താ പറയുക ലോക്കി വേഴ്സസ് ഡോക്ടർ ഡൂം അതൊരു വമ്പൻ ഫൈറ്റ് തന്നെയായിരിക്കും നമ്മൾ ഈ ഒരു അവഞ്ചേഴ്സ് ഡൂംസ് ഡേയിൽ കാണാനായിട്ട് പോകുന്നത്. കാരണം ലോക്കി നിൽക്കുന്നത് ഇപ്പോൾ മുഴുവൻ മൾട്ടിവേഴ്സിനെ സപ്പോർട്ട് ചെയ്ത് പിടിച്ചു നിർത്തിക്കൊണ്ട് നിൽക്കുകയാണ്. സോ മറ്റൊരു തിയറി എന്ന് പറയുന്നത് ഈ ഒരു ലോക്കിയെ തേടി നമ്മുടെ 2 പേര് വരും. അതായത് ലോക്കി ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് അവിടെ നിന്ന് എണീറ്റ് മൾട്ടിവേഴ്സിൽ പോയി. അപ്പോൾ അവിടെ നിന്ന് ഇരിക്കുന്ന സ്ഥലത്തോട്ട് നമ്മൾ ലോക്കിയെ തേടി 2 പേര് വരും. ഒരാൾ ഒരു ടീമാണ്, രണ്ടാമത്തെ ഒരാൾ ഒറ്റയ്ക്കാണ് പറയുന്നത്. ആ രണ്ടാമത്തെ ആൾ പറയാം ഡോക്ടർ ഡൂമാണ് ലോക്കിയെ തേടി പറഞ്ഞ ആൾ. പിന്നെ ആദ്യത്തെ ആൾ എന്ന് പറയുന്നത് ഒരു ടീം അവഞ്ചേഴ്സ് ടീമാണ് ഇങ്ങോട്ട് വരുന്നത്. സോ ഇവിടെ ഒരു തിയറി നിന്ന് കളിക്കുന്നതെന്ന് വെച്ചാൽ ആരായിരിക്കും ആദ്യം നമ്മൾ ലോക്കിയെ തേടി വരുന്നത് എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. ഡോക്ടർ ഡൂമാണ് വരുന്നതെങ്കിൽ ഓഫ്കോഴ്സ് അത് അട്ടർ കെയോസ് ആവും. അതിനല്ല നമ്മൾ ലോക്കിയെ ആദ്യം കണ്ടുപിടിക്കുന്ന അവഞ്ചേഴ്സ് ആണെങ്കിൽ അതിന് പിന്നാലെയാണ് നമ്മൾ ഡോക്ടർ ഡൂം വരുന്നതെങ്കിൽ വലിയ പ്രശ്നമില്ല. എന്നാൽ പോലും നമ്മുടെ അവഞ്ചേഴ്സിനൊന്നും ഡോക്ടർ ഡൂമിൻ്റെ മുമ്പിൽ പിടിച്ച് നിൽക്കാൻ പോലും പറ്റില്ല. പക്ഷേ എങ്ങനെയാണ് പടത്തിൽ കാണിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. അഫ്കോഴ്സ് കോമിക്സിൽ താനോസിൻ്റെ അസ്ഥികൂടം വരെ അടിച്ചു പൊളിച്ചിട്ടുള്ള ഒരാളാണ് നമ്മുടെ ഡോക്ടർ ഡൂം എന്ന് പറയുന്ന ക്യാരക്ടർ. സോ എന്തൊക്കെ തന്നെയാലും ഈ നമ്മുടെ ലോക്കി തന്നെയാണ് ഏറ്റവും കൂടുതൽ പവർഫുള്ളായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡൂമിനെ നേരിടാൻ പറ്റുന്നൊരു ക്യാരക്ടർ. RDJയുടെ ഡോക്ടർ ഡൂം എത്രത്തോളം പവർഫുൾ ആണെന്ന് നമുക്ക് അറിയത്തില്ല. ബട്ട് ഈ ഒരു പടം ഡൂംസ് ഡേ എന്നാണ് പേരിട്ടിരിക്കുന്നത്. സോ അഫ്കോഴ്സ് ഇതൊരു ഡോക്ടർ ഡൂം അഥവാ ഡൂം എന്ന് പറയുന്ന ക്യാരക്ടറിനെ കുറിച്ച് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും. മാർവലിന് നെക്സ്റ്റ് ബിഗ് ബാഡായിട്ട് ഈ ഒരു ക്യാരക്ടർ വരുന്നതായിരിക്കും. ആൻഡ് അഫ്കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗലാക്ടസ് ഈ ഫെൻറ്റാസ്റ്റിക് 4 വരാൻ പോകണം. അതിനെ കുറിച്ചൊരു ഹിൻറ്റും കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. ചെറിയ സ്പോയിലർ പോലത്തെ കുറേ എന്താ പറയുക കുറച്ച് TV സ്പോർട്സൊക്കെ ഇറക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഫെൻറ്റാസ്റ്റിക് 4ൻ്റെ ഭാഗത്തുനിന്ന് ഗലാക്ടസിൻ്റെ ഒരു പ്രോപ്പർ ഫസ്റ്റ് ലുക്ക്, അതായത് വീഡിയോ പരമായിട്ട് പ്രൊമോഷണൽ ആർട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കളിപ്പാട്ടത്തിന്. ബട്ട് ഒരു വീഡിയോ പരമായിട്ട് ടീസറിലോ ജസ്റ്റ് ഒന്ന് ടീസ് ചെയ്ത് പോവുക എന്നല്ലാതെ ഒരിടത്തും ഈ ഒരു ക്യാരക്ടറിനെ പ്രോപ്പറായിട്ട് അവർ കാണിച്ചിട്ടില്ല. സോ എന്തൊക്കെ തന്നെയാലും ഗലാക്ടസ് എങ്ങനെ ഇരിക്കും എന്ന് കാണാൻ ഞാനടക്കമുള്ള മാർവൽ ഫാൻസിന് വളരെയധികം ആഗ്രഹമുണ്ട്. അതുമാത്രമല്ല
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ നമ്മളെ കോമിക്സിൽ എസ്പെഷ്യലി സീക്രട്ട് വാർസ്, അഫ്കോഴ്സ് സീക്രട്ട് വാർസിലോട്ടാണ് ഇത് എൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഡൂംസ്ഡേ കഴിഞ്ഞാൽ അടുത്ത വർഷം സീക്രട്ട് വാർസ്, ഡൂംസ്ഡേയുടെ സെക്കൻഡ് പാർട്ടാണ് സീക്രട്ട് വാർസ്. സോ സീക്രട്ട് വാർസ് കോമിക്കിൽ നമ്മളെ ഡോക്ടർ ഡൂം എത്രത്തോളം പവർഫുൾ ആണെന്ന് അത് വായിച്ചവർക്കറിയാം. ഞാനും വായിച്ചിട്ടുണ്ട്, മിക്ക മാർവൽ ഫാൻസും വായിച്ചിട്ടുണ്ടാവണം. സോ അത്രയും പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറിനെ മാർവൽ ഇതിലോട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ, അതായത് MCUലോട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതെങ്ങനെ ഇരിക്കുമെന്ന് അറിയാൻ ഞാനടക്കമുള്ള എല്ലാ മാർവൽ ഫാൻസിനും വളരെയധികം ആകാംക്ഷയുണ്ട്. സോ എന്തൊക്കെ തന്നെയായാലും ഗൈസ്, ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു ലീക്കിലൂടെ ഒരു കാര്യം എനിക്ക് പറയാനായിട്ടുള്ളത്. സോ ഞാൻ ഇനി ഒരു വർഷമൊക്കെ ഉണ്ട്, ബട്ട് ഞാൻ തീർച്ചയായിട്ടും എല്ലാവരെയും പോലെ തന്നെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഫെൻറ്റാസ്റ്റിക് 4 വരാൻ പോവാണ് ഈ 25-ാം തീയതി. അതിനെ കുറച്ച് ഒരുപാട് വീഡിയോസ്, ഒരുപാടല്ല, ഒരു 2-3 വീഡിയോസ് ചെയ്യാൻ എനിക്ക് പ്ലാനുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും തിങ്സ് ടു റിമെമ്പർ ബിഫോർ വാച്ചിങ് ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അതേപടി ചെയ്യുന്നതായിരിക്കും, അതിലൊന്നും ഒരു മാറ്റമില്ല. സോ ഗൈസ്, ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. സോ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ്, മറ്റൊരു മാർവൽ വീഡിയോ നമുക്ക് വീണ്ടും കണ്ടാം. അതൊരു സൈൻ ഔട്ട്. ആൻഡ് യു വാച്ച് സൂപ്പർ സ്റ്റേമെന്റ്, നമ്മളാണ് സൂപ്പർ ഹീറോസ്.